നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ മാസം 2000 രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അതല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേമനിധി ബോർഡിൽ നിന്നും പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, എന്നിവരെല്ലാം ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് പെൻഷനും സർക്കാരിൽ നിന്നുള്ള മറ്റ് ആനുകൂല്യങ്ങളും നഷ്ടപ്പെട്ടേക്കാം. ഇതിൻ്റെ എല്ലാം അവസാന തീയതി എന്ന് പറയുന്നത് ഈ മാസം ഡിസംബർ 30-ാം തീയതിയാണ്. ഇനി വളരെ കുറഞ്ഞ ദിവസം മാത്രമാണ് ഇതിനെല്ലാം ബാക്കിയുള്ളത്. അതിന് മുന്നോടിയായി തന്നെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. അതിന് മുന്നോടിയായി തന്നെ നിങ്ങൾ ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, നമ്മുടെ ഒരുപാട് ആളുകൾ നമ്മുടെ പഴയ വീഡിയോസുകൾ കണ്ട് ഞങ്ങൾക്കിപ്പോൾ ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടില്ല, ഞങ്ങൾ അറിഞ്ഞില്ല എന്നിങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിലും വാട്സപ്പ് ഗ്രൂപ്പിലും ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ കൂടി മറക്കരുത്. ഒരുപാട് വർഷമായി പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇനി അങ്ങോട്ട് പെൻഷൻ ലഭിക്കണമെങ്കിൽ സർക്കാരിൻ്റെ കടുത്ത രീതിയിലുള്ള കാര്യങ്ങൾ കൂടി നേരിടേണ്ടി വരും. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഒന്നിൽ കൂടുതൽ വീടുകളുള്ള ആളുകൾക്ക് ഡിസംബർ മാസം മുതൽ പെൻഷൻ ലഭിക്കുകയില്ല. പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ പേരിലുള്ള സ്ഥലത്ത് മക്കളാരെങ്കിലും വീട് വെച്ചാലും അതും ഒന്നിൽ കൂടുതൽ വീടുകളായി കണക്കാക്കപ്പെടും. അങ്ങനെ ഒന്നിൽ കൂടുതൽ വീടുകളുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഇനി അങ്ങോട്ട് പെൻഷൻ ലഭിക്കുകയില്ലെന്നാണ് സർക്കാർ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് 1 ഏക്കറിന് മേലെ കാർഷിക ആവശ്യങ്ങൾക്കില്ലാത്ത ഭൂമി ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ പെൻഷൻ മുടങ്ങിയേക്കാം. അതുപോലെ തന്നെയാണ് 2000 സ്ക്വയർ ഫീറ്റ് മേലെ വീട്ടിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ, സ്വന്തം സ്ഥലത്ത് മക്കളാരെങ്കിലും വീട് വെച്ചതാണെങ്കിലും ശരി, അവിടെ നിങ്ങൾ 2000 സ്ക്വയർ ഫീറ്റ് മേലെ വീട്ടിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കും പെൻഷൻ അടുത്ത മാസം ഡിസംബർ കഴിഞ്ഞാൽ ജനുവരി മാസം മുതൽ പെൻഷൻ ലഭിക്കുകയില്ല. അതുപോലെ തന്നെ എത്ര ചെറിയ വീടാണെങ്കിലും ശരി, വീട്ടിൽ AC മറ്റ് സൗകര്യങ്ങളുള്ള വീടുകളാണെങ്കിൽ അങ്ങനെ വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്കും ഇനി അങ്ങോട്ട് പെൻഷൻ ലഭിക്കുകയില്ല. അതുപോലെ തന്നെയാണ് സ്വന്തമായി 4 ചക്ര വാഹനമുള്ള ആളുകളാണെങ്കിൽ അവർക്കും ഇനി അങ്ങോട്ട് പെൻഷൻ ലഭിക്കില്ലെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. ഇതിനെക്കുറിച്ചെല്ലാം വാർഡ് മെമ്പർമാർ മുഖേന ഒരു അന്വേഷണം നടക്കാൻ സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ ഈ അന്വേഷണത്തിൽ അവർ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പെൻഷൻ അവർ എന്നേക്കുമായി റിജക്റ്റ് ചെയ്യുകയും പെൻഷനിൽ നിന്ന് പുറത്താവുകയും ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ അതിൽ നിന്ന് വിരമിച്ച ആളുകൾ, കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ നിന്നും ജോലി ചെയ്ത് വിരമിച്ച ആളുകൾ എന്നിവരെല്ലാം പെൻഷൻ വാങ്ങുന്നുണ്ടെന്നാണ് സർക്കാരിൻ്റെ അറിവ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ നല്ല രൂപത്തിലുള്ള ഒരു ഓഡിറ്റ് നടത്തപ്പെടും. അങ്ങനെ ഓഡിറ്റ് നടത്തപ്പെടുകയാണെങ്കിൽ അവർക്ക് പെൻഷൻ അർഹതയില്ലാത്തവർ പെൻഷൻ കൈപ്പറ്റി കഴിഞ്ഞാൽ അവരുടെ പെൻഷൻ നിർത്തലാക്കുകയും മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കേണ്ടി വരികയും ചെയ്യും. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ ഈ ഡിസംബർ 30-ന് മുമ്പ് തന്നെ ഈ ഒരു കാര്യം പറഞ്ഞ് പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്ത് നമ്മുടെ പെൻഷൻ നിർത്തലാക്കാൻ പറയണം. അതുപോലെ തന്നെ ഇപ്പോൾ വെള്ള നീല റേഷൻ കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾക്കും ഇത് ബാധകമാണ്. അവർക്ക് ചുവപ്പ് റേഷൻ കാർഡിലേക്ക് മാറാൻ ഇപ്പോൾ അവസരമുണ്ട്. ഇന്ന് മുതൽ അടുത്ത മാസം 30-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ അവർക്ക് ചുവപ്പ് റേഷൻ കാർഡിലേക്ക് മാറാൻ അവസരമുണ്ട്. അവരും അനർഹമായിട്ടാണ് ചുവപ്പ് മഞ്ഞ റേഷൻ കാർഡുകൾ കൈപ്പറ്റുന്നതെങ്കിൽ അവരും വലിയ രൂപത്തിലുള്ള ഫൈനുകൾ തിരിച്ചടക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ പെൻഷൻ നിങ്ങൾക്ക് അപേക്ഷിക്കാം. 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് വാർദ്ധക്യ പെൻഷൻ, ഭർത്താവ് മരണപ്പെട്ട ആളുകളാണെങ്കിൽ വാർദ്ധക്യ പെൻഷൻ, 50 വയസ്സായിട്ടും കല്യാണം കഴിക്കാത്ത ആളുകളാണെങ്കിൽ അവർക്കുള്ള പെൻഷൻ, എന്തെങ്കിലും രൂപത്തിലുള്ള ഡിസബിലിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയമുള്ള ആളുകളാണെങ്കിൽ അവർക്കുള്ള പെൻഷൻ എന്നിങ്ങനെ പല രൂപത്തിലുള്ള പെൻഷനും ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. K-SMART ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അങ്ങനെ അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അപേക്ഷ നമ്പർ ലഭിക്കുകയും അവരുടെ അന്വേഷണത്തിൽ നിങ്ങൾ പെൻഷൻ അർഹതയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ മസ്റ്ററിങ് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്ന കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ്. അങ്ങനെ മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ മസ്റ്ററിങ് പൂർത്തിയാക്കുക. എല്ലാ മാസവും 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങളിൽ മസ്റ്ററിങ് ചെയ്യാനുള്ള സൗകര്യമുണ്ടായിരിക്കും. അതുപോലെ തന്നെ വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾ സത്യാമൂല്യം നൽകാത്ത ആളുകളുണ്ടെങ്കിൽ അവർ സത്യാമൂല്യം നൽകുക. വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്ത ആളുകളുണ്ടെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് നൽകുക. എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ യഥാസമയത്ത് തന്നെ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.
നമ്മൾ ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് വീഡിയോ മാത്രമാണ് നമ്മുടെ ചാനൽ നമ്മൾ പ്രസിദ്ധീകരിക്കാറ്. അങ്ങനെ ചെയ്യുന്ന വീഡിയോകളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാകും. ചിലപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾ അക്ഷയ കേന്ദ്രത്തിൽ പോകുമ്പോൾ എന്തെല്ലാം രേഖകളാണ് കൊണ്ടുപോകേണ്ടത്, മൊബൈൽ ഫോൺ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ വാട്സപ്പിൽ ചോദിക്കാൻ സാധിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം താഴെ കാണിക്കുന്ന ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ രൂപത്തിലുള്ള ഒരു 30 രൂപ നിങ്ങൾ നൽകേണ്ടി വരും. അങ്ങനെ നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ നമ്പർ, നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കുകയും ആ നമ്പറിൽ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യുകയും ചെയ്യാം. അറിയുന്ന കാര്യങ്ങൾക്ക് നമ്മൾ മറുപടി നൽകുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.